ഗായ്സ് വെൽക്കം ടു സൗദി അറേബ്യ. ഗായ്സ് അപ്പോൾ നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ കറങ്ങിയിട്ട് ഒരു 2 days സൗദി അറേബ്യയിൽ നമ്മളിന്ന് സ്പെൻഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ജോർദാനിലേക്ക് പോകാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ സൗദിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളൊക്കെ ഒരു ആവറേജ് ഇവിടെ പറയാനുള്ളൂ കേട്ടോ. അത് അത്രയ്ക്കും നല്ല റോഡെന്ന് പറയാനൊന്നുമില്ല. നമ്മൾ ഇന്ത്യൻ റോഡുകളൊക്കെ അപേക്ഷിച്ച് ഒരു ആവറേജ് ഉള്ളൂ. പക്ഷേ ഉള്ള റോഡുകൾ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ സൗദി അറേബ്യയിൽ. ഒരുപാട് തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ്. വിശാലമായ മരുഭൂമിയാണ് കേട്ടോ സൗദി അറേബ്യ മുഴുവനും. വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇവിടെ മനുഷ്യയോഗ്യമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. മരുഭൂമികളൊക്കെ ഇങ്ങനെ കുറ്റിക്കാടുകൾ കാണുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അവിടെ ഒരു 3 ബസ് വെച്ചിട്ടൊരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അത് ഞാനത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബസ് ഇവിടെ ഒരു ട്രെയിലർ കാണുന്നത്. അതായത് 3 ബസ് ഒരു ട്രെയിലറിൽ വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകണ ഒരു ഇത് കണ്ടത്. അത് ഭയങ്കര ഒരു രസമായി പോലെ എനിക്ക് തോന്നിയത്. അതിൽ ആ മുൻപിൽ പോണ ആ ട്രക്കിലേ 3 ബസ്സുണ്ട് കണ്ട. 3 ബസ് കൊണ്ടുപോയി പോകണം കേട്ടോ. അത് ഭയങ്കര ഒരു വണ്ടി പോലെ എനിക്ക് തോന്നിയത്. ഇങ്ങനത്തെ ഒരുപാട് വണ്ടികളവിടെ കാണാം കേട്ടോ. ഈ കാറുകൾ കയറ്റി വന്ന് ഇവരൊക്കെ ഈ ജോർദാനിൽ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് പോകണമെന്നാണ് ഈ ബസ്സുകളൊക്കെ ജോർദാനിലേക്ക്. അതുപോലെ ജോർദാനിൽ ഇങ്ങനെ കറങ്ങാൻ പോയിട്ട് തിരിച്ച് ഒരു വണ്ടികളൊക്കെ വലിയ ഇങ്ങനെയുള്ള ട്രെയിലറിലൊക്കെ കൊടുത്തു വിടുക. ഏതൊരു ജോർദാൻ പൗരനാണ് വണ്ടി ഓടിക്കണമെന്ന് തോന്നുന്നു. ഭയങ്കര വണ്ടി തന്നെ. എനിക്കൊരു ടാറ്റയൊക്കെ തന്നു കേട്ടോ ഡ്രൈവർ. നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിശാലമായ ഒരു മരുഭൂമിയാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് പ്രവാസികളായിട്ട് ഇവിടെ, ലക്ഷക്കണക്കിന്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ. ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ എല്ലാതും കിട്ടും. ഇപ്പോൾ ഫുഡ് ഉണ്ടാവും, ഇപ്പോൾ നമ്മൾ പഞ്ചർ ഒട്ടിക്കാൻ ATMs, അതുപോലെ നമുക്ക് നമ്മുടെ വണ്ടി കംപ്ലയിൻസിന് റെഡിയാക്കുള്ള വർക്ക്ഷോപ്പ്, ഇങ്ങനെ ഒരു വിശാലമായ സംഭവമാണ് കേട്ടോ ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ കിട്ടുക നമുക്ക്. ഇവിടെ നാട്ടിൽ പോലെ പെട്രോൾ മാത്രം അടിക്കണ ഓപ്ഷൻ അല്ല, ഇവിടെ എല്ലാതും അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ വണ്ടികൾ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ജോർദാനിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകണമെന്നാണ് കേട്ടോ സൗദി അറേബ്യയിലത്തെ പ്രൊഡക്ഷൻ കഴിഞ്ഞ്. പിന്നെയും മരുഭൂമി. ഈശ്വര, ഇതിനൊരു അവസാനമില്ലേ? ഇഷ്ടം പോലെ പള്ളികളുള്ളൊരു രാജ്യമാണ് ഈ സൗദി അറേബ്യ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കാണാം കേട്ടോ. അവിടെയാണ് നമ്മൾ ഇന്ന് താമസിച്ചത്. ഈ റോഡിൻ്റെ നടുക്ക് ഭാഗത്തൊക്കെ ഈ ഈന്തപ്പനയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കായ്ച്ചിട്ടൊന്നുമില്ല. ചില ഈത്തപ്പനകൾ കായ്ച്ചിട്ടുമുണ്ട്. അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില ഏരിയയിലൊക്കെ നല്ല ബ്യൂട്ടിയാണ്. ഈ റൈറ്റ് സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ. ഈ ബിൽഡിങ്ങിൽ ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് കേട്ടോ. റെൻ്റ് അധികം എത്ര റെൻ്റ് എന്ന് പറയില്ല, 150 റിയാൽസാണ് പെർ ഡേ അവർ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ ഇത്തിരി അധികം തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. റൂംസൊക്കെ ഒരു ആവറേജ് തന്നെയുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മൾക്കപ്പോൾ ഇവിടുത്തെ വീടുകളൊന്നും നമ്മളിതുവരെ എക്സ്പ്ലോർ ചെയ്തില്ല. ഒരുപാട് കുഞ്ഞു വീടുകളുണ്ട്, ഒരുപാട് പാവപ്പെട്ടവരും താമസിക്കുന്ന സ്ഥലം തന്നെയാണ് സൗദി അറേബ്യ. അതുകൊണ്ട് എല്ലാവരും കാശുകാരൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് പോകാൻ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് വണ്ടി നമ്മൾ പോവാണ്. ഇപ്പം ഇത് മെയിൻ റോഡ് ജോർദാനിലേക്ക് പോകുന്ന ഒരു വഴി തന്നെയാണ്. അൽ ഹദീദ പോർട്ട് വഴിയാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ അവിടെ ഒരു ഹൗസിങ് കാണാൻ വേണ്ടി പോകണം, ഒരു കോളനി.
നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങൾ പോലെ ഇവിടുത്തെ സൗദി ഗവൺമെൻറ് ജനങ്ങൾക്ക് പണം കൊടുത്ത വീടുകളാണ് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കാണുന്നത് കേട്ടോ. അത് ഭയങ്കര വിശാലമായ വീടുകൾ തന്നെയാണ് കേട്ടോ. നല്ല വീടുകൾ ഫ്രീ ആയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് പണം കൊടുക്കുന്നത്. ഇവിടെ വരാം, താമസിക്കാം, ഒക്കെ ചെയ്യാം. പ്രോബ്ലം ഭയങ്കര ഒരു വീടുകളും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെങ്ങനെയാ വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ 4 ഫ്ലാറ്റുകൾ പോലെയാണ്. അടിയിൽ 2 വീട്, മേളിൽ 2 വീട്. അപ്പോൾ അങ്ങനെയാണ് ഒരു റെൻറ്റിന് ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കണത്. പക്ഷേ ഈ വീടൊന്നും സ്വന്തമായിട്ട് കൊടുക്കണതല്ല കേട്ടോ, താമസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് വിൽക്കാനൊന്നും ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിനോട് വെച്ച് പറയുന്നത് ഇത് ഈ വീടുകളൊന്നും വിൽക്കാൻ പറ്റില്ല, ഓൺലി താമസിക്കാൻ നമുക്ക് എത്ര കാലം വേണേലും. അപ്പോൾ ഇതിൻ്റെ നടുക്കിലൊരു നല്ല പള്ളിയൊക്കെ കണ്ടു. അപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ മക്ക മദീന പോലെ അവിടുത്തെ പള്ളികളെ അനുസ്മരിപ്പിക്കുന്ന അതിവിശാലമായൊരു പള്ളി, കുഞ്ഞൊരു പള്ളി ഇവിടെയുണ്ട്. പള്ളിയിൽ പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാൻ വെള്ളമൊക്കെ കിട്ടിയിട്ടാണ്. പള്ളിയിൽ കുടിക്കാൻ വെള്ളവും കിട്ടി, പിന്നെ ബാത്റൂം സൗകര്യം ഇവിടെ നിന്ന് ഉപയോഗിച്ചാൽ. പിന്നെ നിസ്കരിക്കുന്നവർ ഞങ്ങളുടെ കൂടെ വന്ന സിജോ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നിസ്കരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഈ ഹൗസിംഗ് കോളനി ഇവിടെ നിലവിൽ വന്നിട്ട് 25 ഇയേഴ്സ് ആയിട്ടുള്ളൂ കേട്ടോ. പുതിയത് പണിത് കൊടുത്താണ്. ഇതിന് മുൻപ് ഇവിടെ പഴയതായിരുന്നു, അത് ഇടിച്ച് പൊളിച്ച് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് പണിത് കൊടുത്താണ് കേട്ടോ ഈ വീടുകളൊക്കെ. അതിവിശാലമായ വീടുകളാണ് കേട്ടോ ഇവിടെ. അത് സർക്കാർ ഇവിടുത്തെ പണിത് കൊടുത്താണ് കേട്ടോ. സൗദി അറേബ്യൻ സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പണിത് കൊടുത്ത വീടുകളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. ഇപ്പോൾ ഈ പണ്ടത്തെ വീടുകൾ പോയി ഇപ്പോൾ ഇത്തിരി ഭംഗിയുള്ള നല്ല നല്ല വീടുകളും പണിയിനൊക്കെ ഉണ്ട് കേട്ടോ സൗദി സർക്കാർ. അതായത് നമ്മളിപ്പോൾ സാധാരണ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചതുര കഷ്ണം പോലത്തെ വീടുകളുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ഈ ഒന്ന് ഭംഗിയിൽ പണിയാനൊക്കെ തുടങ്ങിയത്. മുൻപൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ സൗദികൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പണിത് തുടങ്ങിയത് ഇവർ. ഇത് ഒരുപാടുണ്ട് കേട്ടോ വീടുകൾ. ഇവിടുത്തെ ഗവൺമെൻറ്റിനൊക്കെ ഞാൻ സ്മരിക്കണം, നല്ലൊരു ഗവൺമെൻറ്റാണ്. നമ്മളങ്ങനെ പുറത്ത് കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് മരങ്ങൾ കണ്ടിട്ട് എന്തോ കൃഷി സ്ഥലം തോന്നും. അതിവിടെ ഒരു ഫുട്ബോൾ കോർട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ അതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഒരു ഹൈവേ നോക്കിയപ്പോൾ ഒരു ഫുട്ബോൾ കോർട്ട് കണ്ടു അറ്റത്തെ. അപ്പോൾ അവിടേക്ക് ഒന്ന് വരാമെന്ന് വെച്ചാൽ നല്ലൊരു ഭംഗി തോന്നിയത്. നമുക്കും കളിക്കാം കേട്ടോ, അപ്പോൾ ഒക്കെ ഫ്രീ ആണ്, ആർക്കും വേണമെങ്കിലും വന്ന് കളിക്കാം. അവിടെ ആരൊന്നും പറയില്ല കേട്ടോ. ഒരു ഫുട്ബോൾ കോർട്ട് ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾ, ഇത് സൗദി സർക്കാർ ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പണിത് കൊടുത്തിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ. ഇതാ നമ്മളതിൻ്റെ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തുള്ള റോഡില്ല, അതിൽ കൂടിയാണ് നമ്മളിപ്പോൾ വന്നത്, സൗദിയിലേക്ക് വന്നത്. ജോർദാൻ പാസ് ചെയ്ത് കൂടി കിടക്കാൻ ചെയ്ത പ്രാവശ്യം കണ്ടോ. എന്ത് നല്ല അടിപൊളി ഗ്രൗണ്ടുകളൊക്കെ പണിത് കൊടുത്താണ്. ഇത് പ്രൊഫഷണൽ ആളുകൾക്കുള്ളതല്ല കേട്ടോ, ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സൗദി സർക്കാർ പണിത് കൊടുത്തൊരു ഫുട്ബോൾ സ്റ്റേഡിയം കേട്ടോ ഈ കാണുന്നത്. ഇവിടുത്തെ സർക്കാർ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണമെന്ന് കണ്ടിട്ട്. നമ്മളങ്ങനെ യാത്ര തുടരും. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. മതിലുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മതിലിന് ഭയങ്കര പ്രത്യേകത കേട്ടോ. നമ്മൾ പോകാനുള്ള റോഡാണ് കേട്ടോ ഗൈസ്. ആ മുകളിൽ കാണുന്ന പാലവും അവിടെയൊക്കെ എന്താ പപ്പടമാണോ കാട്ടീന്. ഇവിടെ പക്ഷേ ഒരുപാട് വണ്ടികൾ കാണാണ്ട് കേട്ടോ, ട്രെയിലറുകൾ. ഇതൊക്കെ എന്താ കൊണ്ടുപോകണമോ ഒന്നും ഒരു ഐഡിയ ഇല്ല. നമ്മളങ്ങനെ ജോർദാൻ ചെക്ക് പോസ്റ്റിൽ എത്താറായിട്ടാ. അങ്ങനെ എത്തി ഇത് നമ്മൾ കണ്ട ആ ഫുട്ബോൾ കോർട്ടാണ് താഴ്ത്ത് കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ ഇവിടെയൊക്കെ.
നമ്മൾ നല്ല സ്പീഡ് കൂട്ടി പോകാൻ വിചാരിച്ചപ്പോൾ നല്ല സ്പീഡിലാണ് നമ്മുടെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ബോർഡർ എത്താറായപ്പോൾ ഇവിടെ കുറച്ച് ഹമ്പൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ഈ താഴത്തൊക്കെ വണ്ടികൾ അങ്ങോട്ട് മാത്രമേ പോകാൻ പാടുവേ, തിരിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം പഞ്ചർ കിട്ടും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ഇപ്പോൾ ആരെങ്കിലും അതിക്രമിച്ച് വരണമെങ്കിൽ അവരെ വെടിവെച്ചിടാനുള്ള മിലിറ്ററി ചെക്ക് പോസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ തോക്കൊക്കെ ഉണ്ട് കേട്ടോ. സൗദി അറേബ്യ ഇപ്പോൾ 2030 വിഷൻ 2030 ഭാഗമായിട്ട് ഫുട്ബോളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര നിർമ്മിതികൾ ഇപ്പോൾ വരുന്നെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അതിൽ വരുമെന്ന് പറയണു. അങ്ങനെ നമ്മൾ സൗദി അറേബ്യ എൻഡിങ് പോയിന്റിൽ എത്തി വരാണ്. ഇതിപ്പോൾ ബോർഡർ ആയി തുടങ്ങിയിട്ടാണ് ഗായ്സ്. അൽ ഹദീത്ത പോർട്ട്, അതാണ് ഇത് ചെക്ക് പോസ്റ്റ്. ഗായ്സ് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങളൊരു ബിൽഡിങ് കാണുന്നുണ്ടോ? അതിപ്പോൾ ഇനി അൽ ഹദീത്ത പോർട്ടിൻ്റെ നെക്സ്റ്റ്, അതായത് പോർട്ടാണ്. അതായത് പോർട്ട് മീൻസ് ചെക്ക് പോസ്റ്റ്, അതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. റൈറ്റ് സൈഡിലൂടെ പണിയുന്നുണ്ട് അറ്റത്തൊരു ഇത്, അതായിരിക്കും ഇനി നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് പഴയ ചെക്ക് പോസ്റ്റിലേക്കാണ്. ഒരു ഉള്ളിലൊന്നും വീഡിയോസ് എടുക്കാനില്ല. ഇപ്പോൾ അവിടെ ഒരു എൻട്രൻസ് കണ്ടോ? ആ എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ ജോർദാനിലേക്ക് ആയിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യയുടെ എൻഡിങ് പോയിൻ്റാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോർദാനിലേക്ക് കിടന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇനി ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എൻട്രൻസിലൂടെ വേണം നിങ്ങൾ വരാൻ. കാരണം പുതിയ പോർട്ട് അവിടെയാണ് വരുന്നത്. അത് പുതിയ ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അങ്ങനെ സൗദി അറേബ്യയുടെ അവസാനത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എൻട്രൻസ് കഴിഞ്ഞോടിച്ച് സൗദി അറേബ്യ ഫിനിഷ്. ഇതിപ്പോൾ ഈ കവാടം തന്നെ വെച്ചാൽ ഇതിന് ഹൈറ്റുള്ള വണ്ടികൾക്കൊന്നും ഇതിലേ പോകാൻ പറ്റില്ല. മാക്സിമം ഹൈറ്റ് 7 മീറ്ററാണ് കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ ഹൈറ്റ്. പാലല്ല, എൻട്രൻസ് ഗേറ്റ് എന്ന് പറയാം. ഗൈസ് അങ്ങനെ നമ്മൾ ജോർദാനിലേക്ക് കടന്നു. വാവ് നൗ വി ആർ ഇൻ ജോർദാൻ. അങ്ങനെ നമ്മൾ സൗദി അറേബ്യയോട് വിട പറയുകയാണ്. അങ്ങനെ നമ്മൾ ജോർദാനിലേക്ക് കടന്നു. ഇനി അടുത്ത് നമ്മൾ ജോർദാൻ്റെ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പോൾ സൗദി അറേബ്യ കഴിഞ്ഞു. നമ്മുടെ സൗദി അറേബ്യ കഴിഞ്ഞ് ഇപ്പോൾ ഈ നേരെ ചെന്നലിടന്ന് നമ്മൾ ജോർദാൻ ചെക്ക് പോസ്റ്റിലേക്കാണ് കേട്ടോ. ഗൈസ് എന്തുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇനി വിസ ഓൺ അറേബ്യയിൽ കിട്ടുമോ അത് തിരിച്ചു പോകേണ്ടി വരുമോ എന്നറിയില്ല. അതായത് ഞങ്ങളുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടേ, അവന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവന് വിസ, എല്ലാവർക്കും വിസ കിട്ടി ഇപ്പോൾ ഓൾറെഡി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതായത് സൗദി അറേബ്യയുടെ ചെക്ക് പോസ്റ്റ് കേട്ടോ. അതായത് 1 വർഷത്തിന് ശേഷം അവർ ഇനാഗ്രേഷൻ ചെയ്യുന്നു പറഞ്ഞു. അതായത് ഫുള്ളി ത്രൂ ഇലക്ട്രോണിക് പാസ്. ആ ചെക്ക് പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ ജോലിക്കാരായിട്ട് വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. എല്ലാതും കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും പറഞ്ഞത്. ഫുള്ളി ഓൺ എല്ലാതും ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി. അല്ലാണ്ട് നമ്മൾ പോയിട്ട് അവിടെ വിസ ഓൺ അറൈവൽ അങ്ങനെയല്ല. എല്ലാം നമ്മൾ മുൻകൂട്ടി എടുത്ത് അവിടെ നമ്മളെ ചെക്ക് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അത് നെക്സ്റ്റ് ഇതിൽ അവർ പറയുന്നത് അങ്ങനെയാണ്. ഒരുപാട് നിർമ്മിതികളാണ് വരുന്നത് അവിടെ. ഏകദേശം നമ്മളിപ്പോൾ ജോർദാനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോർദാൻ ചെക്ക് പോസ്റ്റിലേക്ക് കടന്നു. ഇനിയിപ്പോൾ നമ്മൾ ജോർദാനിൽ ഒരു ഗേറ്റ് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം. അവിടെ വണ്ടി അവിടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ഒതുക്കിയിട്ട് ഈ ട്രെയിലർ കിടക്കുന്നതിൻ്റെ ബാക്കിലിടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ചെക്കിങ് കഴിഞ്ഞ് നമ്മളങ്ങനെ ജോർദാൻ എൻ്റർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗേറ്റ് കേട്ടോ ജോർദാൻ്റെ. നമ്മളിപ്പോൾ ജോർദാനിലേക്ക് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞോടി നമ്മളെല്ലാ ചെക്കിങ് കഴിഞ്ഞു. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റി അവിടെയും ചെക്ക് ചെയ്തു. അങ്ങനെ
ജോർദാനിലേക്ക് കടന്നു. ഓക്കെ ഗായ്സ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ചാനൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.